വചനചിന്തയ്ക്കായി അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 9-ാം വാക്യം വായിക്കുന്നു. തൻ്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. കൂട്ടായ്മ എന്ന ഒരു വിഷയത്തെ ആധാരമാക്കിയാണിന്ന് അല്പസമയം സംസാരിപ്പാൻ ഞാൻ താല്പര്യപ്പെടുന്നത്. നമ്മുടെ തീം അഭിഷേകത്തെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. അതുമായിട്ട് ഇതിന് എന്താണ് ബന്ധം എന്ന് ചിലപ്പോൾ ചിന്തിച്ചേക്കാം. എന്നാലും നമ്മുടെ കൂട്ടായ്മയിൽ കൂടെ പകരപ്പെടുന്ന ആത്മീക അഭിഷേകം അത് നമ്മൾ നിലനിർത്തണം എന്നുള്ള ഒരു ലക്ഷ്യം എൻ്റെ ഈ വചന സന്ദേശത്തിലുണ്ട്. വിളിച്ച ദൈവം വിശ്വസ്തൻ എന്ന് ഇവിടെ രാവിലെ പാടി. ഇവിടെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ എന്നാണ് നമ്മൾ വായിച്ചു കേട്ടത്. ദൈവത്താൽ വിളിക്കപ്പെട്ട ഒരു കൂട്ടമാണ് ദൈവമക്കൾ. ദൈവസഭ എന്ന് പറയുന്നത് വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമെന്നാണ്. ഇവിടെ ഈ AGIFNA എന്ന് പറയുന്നത് അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ഒരു കൂട്ടായ്മയാണ്. അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ഇന്ത്യയിലുള്ള ദൈവമക്കൾ ഈ അമേരിക്കയുടെ, നോർത്ത് അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിലൊക്കെ പാർത്തു വരുന്നവർ തമ്മിലുള്ള കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയുടെ 28ാമത് ജനറൽ കോൺഫറൻസ് ആണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. കഴിഞ്ഞ 27 വർഷങ്ങളിലും ഇങ്ങനെയുള്ള അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മകൾ നടക്കുവാനിടയായി. ഇങ്ങനെയുള്ള കൂട്ടായ്മയ്ക്ക് കടന്നു പോകുന്നത് വളരെ ബദ്ധപ്പാടാണ്, പണച്ചിലവാണ് എന്ന് കരുതി ഓൺലൈൻ മീഡിയകളുണ്ടല്ലോ, വീട്ടിലിരുന്ന് കാണാം, അതുപോരെ എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ്. എന്നാൽ ഓൺലൈൻ മീഡിയയിലൂടെ കാണണമെങ്കിൽ ഇങ്ങനെ ഒരു സമ്മേളനം നടന്നെങ്കിൽ മാത്രമേ അത് വീട്ടിലിരുന്ന് കാണാൻ പറ്റൂ. അപ്പോൾ കുറേ ആളുകൾ പണം ചിലവഴിച്ച് ബന്ധപ്പെട്ട് യാത്ര ചെയ്ത് കടന്നു വരണം. ഇത് സംഘടിപ്പിക്കാൻ കൂട്ടായ പ്രവർത്തനങ്ങൾ ആവശ്യമാണ്. മാസങ്ങളായിട്ടുള്ള അധ്വാനങ്ങൾ, പ്രാർത്ഥനകളുടെ ഫലമാണ് ഇങ്ങനെയുള്ള ഈ കൂട്ടായ്മ. കാലങ്ങൾ മാറുന്നതോടുകൂടെ കൂട്ടായ്മയുടെ പ്രസക്തി നഷ്ടപ്പെടുന്നു എന്ന് തോന്നുകയാണ്. കാരണം വാട്സപ്പ് കൂട്ടായ്മ, സൂം കൂട്ടായ്മ, ഇങ്ങനെയൊക്കെയുള്ള ഓൺലൈൻ കൂട്ടായ്മകളിലാണ് കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുന്നത്. പണം ചിലവിടണ്ട, ബന്ധപ്പെടണ്ട. പക്ഷേ മാനുഷികമായ സമ്പർക്ക കൂട്ടായ്മ അതൊരു പ്രത്യേക അനുഭവം തന്നെയാണ്. അന്യോന്യം കാണുക, സ്നേഹിക്കുക, പരിചയപ്പെടുക, സന്തോഷിക്കുക, സന്തോഷങ്ങളും സന്താപങ്ങളും ഒക്കെ പങ്കുവയ്ക്കുക, പ്രാർത്ഥനാ വിഷയങ്ങൾ പങ്കുവയ്ക്കുക, ഒരുമിച്ച് ദൈവത്തെ പാടുക, സ്തുതിക്കുക എന്നുള്ളത് ഒരു വലിയ സന്തോഷമാണ്. ഈ ഫിഫ വേൾഡ് കപ്പ് കഴിഞ്ഞതേ ഉള്ളൂ. വലിയ തുക മുടക്കിയാലേ അതിനകത്ത് പ്രവേശിച്ച് അതിൽ ഒന്ന് കാണാൻ കഴിയുള്ളൂ. എന്നാൽ അതൊന്നും കാര്യമല്ല. ആ സ്റ്റേഡിയം എല്ലാം നിറഞ്ഞ് ആളുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന് സംബന്ധിച്ചാണ് ആ കൂട്ടായ്മയിൽ അവർ സന്തോഷിക്കുന്നത്. അവിടെ ഫുട്ബോൾ തട്ടുന്നതാണെങ്കിൽ ദൈവമക്കളുടെ കൂട്ടായ്മയിൽ പരിശുദ്ധാത്മാവിൻ്റെ ചലനമാണ് ഇവിടെ നടക്കുന്നത്. സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ ചലനം നടക്കുന്ന ഇടത്ത് വലിയ ദൈവപ്രവൃത്തി ഉണ്ടാകും. ഒരു ഗോൾ അടിക്കാനാണ് അവരത്രയും സമയങ്ങൾ ചിലവിടുന്നതെങ്കിൽ ദൈവത്തിങ്കിൽ നിന്ന് നമ്മൾ പ്രാപിച്ച നന്മയ്ക്ക് മഹത്വം കരയറ്റാൻ, സ്തുതി കരയറ്റാൻ, പിന്നെയും ദൈവമക്കളുടെ ആത്മീക വിഷയങ്ങളിൽ പങ്കുചേരാൻ തക്കവണ്ണം ലഭിക്കുന്ന ഈ നല്ല അവസരങ്ങൾ എത്രയോ വിലപ്പെട്ടതാണെന്ന് നമ്മൾ കാണാൻ തക്കവണ്ണം ഇടയാകണം. കർത്താവിന് മഹത്വം.
അങ്ങനെ കടന്നു വന്ന ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഒരേ വിശ്വാസത്തിലും ലക്ഷ്യത്തിലും സ്നേഹത്തിൽ മുന്നോട്ട് പോകുന്ന ഒന്നാണ് ഈ കൂട്ടായ്മ എന്ന് പറയുന്നത്. അത് ദൈവത്താൽ തന്നെ രൂപീകൃതമായതാണ് ഈ കൂട്ടായ്മ. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം വായിക്കുന്ന സമയത്ത് അവിടെ വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സും ഉള്ളവരായിരുന്നു. സകലവും പൊതുവക എന്ന എണ്ണുവാൻ തക്കവണ്ണം ഇടയായി. ആർക്കും ഒന്നിനും ഒരു കുറവില്ലാതെ വണ്ണം അന്യോന്യം പങ്കിട്ട് ദൈവത്തിൻ്റെ കൃപ അനുഭവിപ്പാൻ ഇടയായി തീർന്നു എന്നാണ് വായിക്കുന്നത്. അപ്പോൾ കൂട്ടായ്മ എന്ന് പറയുന്നത് നാം എല്ലാവരും ഒരേ ലക്ഷ്യത്തിലേക്ക് ആത്മീക സ്നേഹ ബന്ധം നിലനിർത്തി മുന്നോട്ട് പോകുന്ന ഒന്നാണ് ഈ കൂട്ടായ്മ. കൊയിനോനിയ എന്ന ഗ്രീക്ക് വാക്കുണ്ട്. ആരോ പറയുന്നത് കേട്ടു, ഫെലോഷിപ്പ് എന്ന് പറഞ്ഞാൽ ഫെലോസ് ഇൻ വൺ ഷിപ്പ്, ഒരു കപ്പലിൽ ഒന്നിച്ച് യാത്ര ചെയ്യുന്നവരാണ് ഈ ഫെലോഷിപ്പ് എന്ന് പറയുന്നത്. എത്രയോ സന്തോഷമാണ് അസംബ്ലീസ് ഓഫ് ഗോഡിലുള്ള ദൈവമക്കൾ ഒരുമിച്ച് ഈ ഹൂസ്റ്റണിൽ കൂടി വരുന്നതും ദൈവത്തെ ആരാധിക്കുന്നതും മഹത്വപ്പെടുന്നതും. അത് അനുഭവിക്കുന്നവർക്കേ അതിൻ്റെ സന്തോഷം മനസ്സിലാകുകയുള്ളൂ. പക്ഷേ 28 വർഷങ്ങൾക്ക് മുമ്പ് ഇത് ആരംഭിച്ചവരോ അന്ന് സംബന്ധിച്ചവരോ ഒരു പക്ഷേ ഇന്ന് ഈ കൂട്ടായ്മയിൽ ഉണ്ടാകണമെന്നില്ല. കാരണം അവരിൽ പലരും നിത്യതയിലേക്ക് ചേർക്കപ്പെട്ടിട്ടുണ്ടാവാം. പലരും ബലഹീനരായിരിക്കാം. എന്നാൽ ഇത് നിലനിൽക്കണമെങ്കിൽ പുതുതലമുറ ഇത് കണ്ടുപഠിക്കണം. പുതിയ തലമുറയെ അതിനുവേണ്ടി സജ്ജമാക്കണം. എങ്കിൽ മാത്രമേ ഇത് വരും കാലങ്ങളിൽ നിലനിൽക്കാൻ തക്കവണ്ണം കഴിയുകയുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എൻ്റെ മക്കൾ അമേരിക്കയിൽ 2 പേര് പാർക്കുന്നുണ്ട്. ആദ്യമായിട്ടാണ് അവരിങ്ങനെ ഒരു കോൺഫറൻസിൽ കടന്നു വരാൻ സാവകാശമുണ്ടായത്. അവർക്ക് ഈ കോൺഫറൻസ് എന്താണെന്നും അസംബ്ലീസ് ഓഫ് ഗോഡ് എന്താണെന്നും ചെറുപ്പം മുതലെയൊക്കെ അവർ അസംബ്ലീസ് ഓഫ് ഗോഡുമായിട്ട് ബന്ധപ്പെട്ടവരാണെങ്കിലും ഇങ്ങനെയുള്ള കോൺഫറൻസിൽ വന്ന് സംബന്ധിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ആത്മീക പ്രചോദനം അവർ മനസ്സിലാക്കി കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കണം എന്ന് പഠിപ്പിക്കാൻ കൂടെയാണ് അവരും കൂടെ വരാൻ ഇടയായി തീർന്നത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ വരും തലമുറകൾക്ക് ഈ കൂട്ടായ്മകൾ ഒരു പാഠമായി വരാൻ തക്കവണ്ണം ഇടയാകണം. അതിനായിട്ട് മാതാപിതാക്കൾ ഉത്സാഹിപ്പിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യണം. കൂട്ടായ്മ എന്ന് പറയുമ്പോൾ ദൈവത്തോടാണ് നമുക്ക് കൂട്ടായ്മ എന്ന് യോഹന്നാൻ്റെ 1-ാം ലേഖനത്തിൽ കാണുന്നുണ്ട്. ദൈവത്തോട് ഞങ്ങൾക്കുള്ള കൂട്ടായ്മ ദൈവത്തോടും അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനോടുമാണ്. ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ പോകണമെങ്കിൽ ദൈവത്തിൻ്റെ സ്വഭാവത്തോട് അനുരൂപപ്പെട്ടെങ്കിൽ മാത്രമേ ദൈവത്തോട് കർത്താവിനോട് ചേർന്ന് പോകാൻ കഴിയുകയുള്ളൂ. കർത്താവിനോട് അനുരൂപപ്പെടുക എന്ന് പറഞ്ഞാൽ അവൻ്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടണം. 2 പേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കാൻ കഴിയുകയില്ല എന്ന് ആമോസിൻ്റെ പ്രവചനത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ 2 പേർ തമ്മിൽ ഒത്തെങ്കിലേ ഒരുമിച്ച് പോകാൻ പറ്റൂ. യേശുക്രിസ്തുവിൻ്റെ സ്വഭാവങ്ങൾ നമ്മൾ തിരിച്ചറിഞ്ഞ് ആ സ്വഭാവത്തോട് യോജിച്ച് പോകാൻ കഴിയുന്നവർക്ക് മാത്രമേ യേശുക്രിസ്തുവിനോട് ചേർന്ന് നടക്കാൻ കഴിയുള്ളൂ. യേശുക്രിസ്തുവിൻ്റെ സ്നേഹം, യേശുക്രിസ്തുവിൻ്റെ താഴ്മ, യേശുവിൻ്റെ വിനയം, യേശുവിൻ്റെ കരുതൽ, യേശുവിൻ്റെ ത്യാഗം, ഇതെല്ലാം പറ്റില്ല എന്ന് പറയുന്നവർക്ക് യേശുവിനോട് ചേർന്ന് പോകാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് യേശുക്രിസ്തുവിനോട് ചേർന്ന് നടക്കുന്നവർക്ക് യേശുവിലുള്ള ഭാവമുണ്ടാകണം. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ, താഴ്മയുണ്ടായിരിക്കട്ടെ. കർത്താവിന് മഹത്വം. യേശുവിൻ്റെ ഉപദേശങ്ങളോട് ചേർന്ന് പോകണം. യേശു ഉപദേശം പഠിപ്പിച്ച സമയത്ത് ചില യഹൂദന്മാർ, ശാസ്ത്രിമാർ, പരീശന്മാരൊക്കെ ഇത് കഠിന ഉപദേശം എന്ന് പറഞ്ഞ് ഇരുന്ന് കേൾക്കാൻ മനസ്സില്ലാതെ എഴുന്നേറ്റ് പോകാനിടയായി. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾക്കും പോകാൻ മനസ്സുണ്ടെങ്കിൽ പോകാം എന്ന് പറഞ്ഞപ്പോൾ പത്രോസ് പറഞ്ഞു,
നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലുണ്ട്, നിന്നെ വിട്ട് ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും. അപ്പോൾ കഠിന ഉപദേശമാണ് എന്ന് തോന്നുമ്പോൾ ഈ കൂട്ടായ്മ വേണ്ട എന്ന് തോന്നുന്നവരല്ല ഈ കൂട്ടായ്മയുടെ ഭാഗമായിരിക്കുന്നത്. നിത്യ ജീവൻ ലക്ഷ്യമാക്കി ഈ കൂട്ടായ്മയിലേക്ക് വിളിക്കപ്പെട്ടതായ ദൈവമക്കളാണ് ഇവിടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർ. കൂട്ടായ്മയിൽ ആത്മീക വർധനവ് വളരെ പ്രധാനമാണ്. ഒരുമിച്ച് ആരാധിക്കുക, ഒരുമിച്ച് പാടുക, ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തിന് അത് മഹത്വം വരുന്നതോടൊപ്പം നമുക്ക് ആത്മീക വർധനവും വരാൻ തക്കവണ്ണം ഇടയാകുന്നുണ്ട്. മാത്രമല്ല, പരസ്പരമുള്ള കൂട്ടായ്മ, പങ്കുവയ്ക്കൽ വളരെ പ്രധാനമാണ്. ആദിമസഭ അവർക്കുള്ളത് സ്വന്തമെന്ന് ആരും പറഞ്ഞില്ല. അവർക്കുള്ളതൊക്കെ അവരപ്പസ്തന്മാരുടെ കാൽക്കൽ വെച്ച് വേണ്ടുന്നത് പോലെ പങ്കിട്ട് കൊടുക്കാൻ തക്കവണ്ണം അവർ മനസ്സ് കാണിച്ചു. ദൈവമക്കളുടെ കൂട്ടായ്മയാൽ പരസ്പരം പങ്കാളികളാകുക, പങ്കുവയ്ക്കുക എന്നുള്ളതായ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മറന്നു പോകാനിടയാകരുത്. സാമ്പത്തികമായിട്ടായിരുന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളായിരുന്നാലും അന്യോന്യം പങ്കുവയ്ക്കുന്നതിനാൽ വലിയ ബലവും ശക്തിയും ആത്മീക വളർച്ചയും നമുക്ക് പ്രാപിപ്പാൻ സാധിക്കുന്നതാണ്. ദൈവത്തിന് മഹത്വം. അതുകൊണ്ട് നമുക്കുള്ള നന്മകൾ പങ്കുവയ്ക്കാൻ ഇടയാകണം. അത് സ്വന്തമാണ് എന്ന് പറഞ്ഞിരിക്കാനല്ല, ബലഹീനരെ താങ്ങുവാൻ, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവാൻ, കഷ്ടതയിലിരിക്കുന്നവരെ താങ്ങുവാൻ ഒക്കെ കൂട്ടായ്മ കൊണ്ട് സാധ്യമാകേണ്ടതാണ്. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം വായിക്കുന്ന സമയത്ത് ഗന്നേസരെ തടാകത്തിന്റെ കരയിൽ യേശു നിൽക്കുന്ന സമയത്ത് 2 ശൂന്യമായ പടക് കരയ്ക്കടുത്ത് നിൽക്കുന്നത് കണ്ടു. അതിൽ ശീമോനുള്ളതായ ഒന്നിൽ യേശു കയറി. കരയ്ക്കിരുന്നവരോട് ദൈവത്തിന്റെ വചനം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കാൻ പറഞ്ഞു. നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. എങ്കിലും നിന്റെ വാക്കിന് വലയിറക്കാം എന്ന് പറഞ്ഞപ്പോൾ പെരുത്ത മീൻകൂട്ടം അതിൽ ലഭിച്ചു. വല കീറാറാകുവോളം അത് മീൻ കൊണ്ട് നിറഞ്ഞു. അപ്പോൾ അവർ മറ്റേ പടകിലുള്ളവരെ കൂടെ മാടി വിളിച്ചു. പടക് 2 മുങ്ങുമാറാകുവോളം അവർ മത്സ്യം നിറച്ചു എന്നാണ് വായിക്കുന്നത്. പ്രിയരെ, എൻ്റെ പടകിലാണ് യേശു കയറിയത്, ഞാനാണ് വല വീശിയത്, എൻ്റെ വലയാണ്, എൻ്റെ വലയിൽ കയറിയ മീന് എനിക്കുള്ളതാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ 2 പടക് നിറയെ മീൻ ആ വലയിൽ കയറിയപ്പോൾ സ്വാർത്ഥതയോടുകൂടെ ഒറ്റപ്പടകിൽ വലിച്ചു കയറ്റാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ആ പടക് അതിൻ്റെ ഗതി എന്താകുമായിരുന്നു? അതുകൊണ്ട് ദൈവം നമുക്ക് തരുന്ന നന്മകൾ നമുക്ക് വേണ്ടി മാത്രമുള്ളതല്ല എന്ന് മനസ്സിലാക്കണം. നമ്മുടെ കൂട്ടു സഹോദരങ്ങൾ, നമ്മോടൊപ്പം വിളിക്കപ്പെട്ടവർ, നമ്മോടൊപ്പം സമയങ്ങൾ ചെലവിടുന്ന കൂട്ടായ്മയിലുള്ള വ്യക്തികൾക്ക് കൂടെ പങ്കിടാനാണ് ദൈവം നമുക്ക് തരുന്നതെന്ന് മനസ്സിലാക്കി നമുക്കുള്ള നന്മകൾ പങ്കുവയ്ക്കാനിടയാകണം. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 2-ാം പുസ്തകത്തിൽ 7-ാം അധ്യായത്തിൽ ശമര്യയിൽ വലിയ ക്ഷാമമുണ്ടായി. ശമര്യയുടെ പടിവാതിക്കൽ കുഷ്ഠരോഗികളായ 4 പേരെ കിടന്നിരുന്നു. അവർ പറഞ്ഞു, ക്ഷാമം കൊണ്ട് നമ്മളും മരിക്കും. പട്ടണത്തിൽ ചെന്നാൽ ഒരുപക്ഷെ അവിടെ വെച്ച് നമ്മൾ മരിക്കും. എന്നാൽ നമുക്ക് അരാം പാളയത്തിലേക്ക് പോകാം. മനസ്സലിവ് തോന്നിയാൽ അവർ നമ്മളെ ജീവനോടെ രക്ഷിക്കും. അല്ലെങ്കിൽ ഒരുപക്ഷെ മരണത്തെ മുമ്പിൽ കണ്ടുകൊണ്ട് ശത്രുക്കളെ പാർക്കുന്ന അരാം പാളയത്തിലേക്ക് ഈ 4 കുഷ്ഠരോഗികൾ കടന്നുപോയി. അവിടെ ചെന്നപ്പോൾ വലിയ സൈന്യത്തിൻ്റെ ശബ്ദം കേൾപ്പിച്ച് അരാം സൈന്യം ഇരുന്ന പാടെയെല്ലാം വിട്ടിട്ട് ഓടിപ്പോകാനിടയായി. അവരെ ഒരു പാളയത്തിൽ കയറി വിശപ്പ് കൊണ്ട് ഭക്ഷിച്ച് ആവോളം ഭക്ഷിച്ച് അത് കണ്ട വസ്തുക്കളെല്ലാം അവരെടുത്തു. അടുത്ത പാളയവും അതുപോലെ കിടക്കുന്നു, അടുത്ത പാളയവും അതുപോലെ കിടക്കുന്നു. ആരുമില്ല, തടസ്സം ചെയ്യാൻ ആരുമില്ല. അവർ പറഞ്ഞു, നാം ഈ ചെയ്യുന്നത് ശരിയല്ല.
നേരം പുലരും വരെ നമ്മൾ താമസിച്ചാൽ നമുക്ക് കുറ്റം വരും. അതുകൊണ്ട് ഈ വർത്തമാനം രാജാവിൻ്റെ അടുക്കൽ അറിയിക്കണം. അവർക്ക് ലഭിച്ചത് ജീവൻ പണയം വെച്ച് ശത്രുക്കളുടെ പാളയത്തിലേക്ക് പോയി അവർക്കുണ്ടായ നന്മ അവർക്ക് മാത്രമാണെന്ന് ആ കുഷ്ഠരോഗികൾ ചിന്തിക്കാതെ, ഞങ്ങളെപ്പോലെ ഞങ്ങളുടെ നാട്ടിൽ പട്ടിണി അനുഭവിക്കുന്ന ശമരിയയിലെ നിവാസികൾക്കും കൂടെയാണ് ഇതെന്ന 4 കുഷ്ഠരോഗികൾക്ക് ബോധ്യം വന്ന് രാജാവിനെ വിവരം അറിയിച്ച് അങ്ങനെ ആ ധാന്യം കൊണ്ടുവന്ന് അവർക്ക് കൊടുക്കാൻ ഇടയായ സംഭവം നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. പ്രിയരെ, നന്മകൾ ദൈവം നമുക്ക് തരുന്ന ദാനങ്ങളാണ്. ദൈവത്തെ സേവിച്ചതിനാലുണ്ടായ നന്മകൾ എൻ്റെ സ്വന്തമാണ് എന്ന് പറഞ്ഞിരിക്കാതെ അത് പങ്കുവയ്ക്കാനുള്ള മനോഭാവം നമുക്കെല്ലാവർക്കും ഉണ്ടാകേണ്ടതാണ്. അങ്ങനെയാണ് ഈ സമൂഹം വളരാൻ തക്കവണ്ണം ഇടയാകുന്നത്. അസംബ്ലീസ് ഓഫ് ഗോഡ് സമൂഹത്തിന് കഴിഞ്ഞ കോൺഫറൻസ് ഉണ്ടായ മിച്ചം തുക കൊണ്ടാണ് പറന്തലിലൊരു മനോഹരമായ ഓഫീസ് ബിൽഡിങ് കഴിക്കാൻ തക്കവണ്ണം ഇടയായി തീർന്നതെന്ന് അറിയാമല്ലോ. അതുപോലെ നമുക്ക് വ്യക്തിപരമായിട്ട് ലഭിക്കുന്ന ഓരോ നന്മകളും കൊണ്ട് ദൈവത്തിൻ്റെ വേലയെ, സാധുക്കളായിട്ടുള്ള ദൈവമക്കളെ, ദൈവസഭകളെ സഹായിക്കാൻ ഈ കോൺഫറൻസിൻ്റെ കൂട്ടായ്മ കാരണമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യും. നമ്മുടെ ഈ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മ പങ്കുവയ്ക്കലിൻ്റെ കൂട്ടായ്മയാകട്ടെ. മണവാളൻ അർദ്ധരാത്രിയിൽ വരുന്ന സമയം എണ്ണയില്ലാത്ത ബുദ്ധികെട്ട ആ കന്യകമാര് എണ്ണയുള്ളവരോട് എണ്ണ ചോദിച്ചപ്പോൾ ഞാൻ ചിന്തിച്ചത് എന്തുകൊണ്ട് അവരൊന്ന് പങ്കുവെച്ചില്ലെന്ന. ഒരുമിച്ച് കൂടെ ഇരുന്നതല്ലേ, മണവാളന്റെ വരവിന് വേണ്ടി ഞങ്ങളോടൊപ്പം കൂട്ടായ്മ കാണിച്ചവരല്ലേ, അവരെന്തുകൊണ്ട് അവർക്കുള്ള എണ്ണ കൂടിരുന്നവർക്ക് കൂടെ പങ്കുവെച്ചില്ല, അതുകൊണ്ട് അവർ പുറത്താക്കപ്പെടേണ്ടതായിട്ട് വന്നല്ലോ എന്ന് ഞാനൊന്ന് ചിന്തിച്ചു പോയി. എന്നാൽ അഭിഷേകം അങ്ങനെ അവസാന നാളിൽ പങ്കുവയ്ക്കാൻ കഴിയുന്നതല്ല. പകരപ്പെടേണ്ടതായ, പ്രാപിച്ചെടുക്കേണ്ടതായ അനുഭവങ്ങൾ പ്രാപിക്കേണ്ട സമയത്ത് പ്രാപിച്ചാൽ മാത്രമേ നിനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുമ്പോൾ കർത്താവിനോട് കൂടെ പോകാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഇതെല്ലാം ആമേൻ സ്തോത്രം, കർത്താവ് വരട്ടെ, ഞാനും മറ്റവരുടെ കൂടെ കാലെ പിടിച്ചങ്ങ് പോകാം എന്ന് കരുതിയാൽ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് അവരവർക്കുള്ള അഭിഷേകം ജീവിത സാക്ഷ്യം പുലർത്തണം. പെട്ടെന്ന് പോയി വാങ്ങിക്കാൻ ഒക്കുന്നതല്ല ഈ ജീവിത സാക്ഷ്യം എന്ന് പറയുന്നത്. നാളുകളായി പ്രാർത്ഥിച്ചും പഠിച്ചും കർത്താവിനോട് ചേർന്ന് നടന്നും അവന്റെ സ്നേഹത്തോട് അനുരൂപപ്പെട്ട് പ്രാപിച്ചെടുക്കുന്നത് വിൽക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങിക്കൊണ്ടുവരാൻ പറ്റുന്ന ഒന്നല്ല. അതുകൊണ്ട് പ്രിയരെ, ഇങ്ങനെയുള്ള ഈ കൂട്ടായ്മയിലൂടെ ആയിരുന്നാലും, വചന കേൾവിയിലൂടെ ആയിരുന്നാലും, പ്രബോധനത്തിലൂടെ ആയിരുന്നാലും, ഇവിടെ പുതിയ തലമുറയെ വളർത്തിയെടുക്കുന്ന എല്ലാവിധമായ പ്രയത്നങ്ങളിലൂടെ ആയാലും കൂട്ടായ്മയിൽ നമ്മൾ നിലനിൽക്കാനും വർദ്ധിച്ചു വരാനും സർവശക്തനായ ദൈവം നമ്മേവരെയും സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ എനിക്കിതിന് അവസരം തന്ന ഭാരവാഹികൾക്ക് നന്ദി പറയുന്നു. ഞാൻ ഈ അമേരിക്കയിൽ പാർക്കുന്ന ഒരാളല്ല. ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്ക് ചില മാസങ്ങളിലേക്ക് സന്ദർശനത്തിനായിട്ട് വന്നു. എനിക്കിങ്ങനെ ഒരു അവസരം ലഭിച്ചതിൽ വളരെ വളരെ സന്തോഷം. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.